നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. നമുക്കൊരു ഏർലി ടോപ്പ് 4 ടോപ്പ് 6 പ്രഡിക്ഷനിലേക്ക് അങ്ങനെ നമുക്ക് കിടക്കാം അല്ലെ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അടുത്ത സീസൺ ടോപ്പ് 4 ആരാണ്, അടുത്ത സീസൺ ടോപ്പ് 4 ആണ്. ഇത് ട്രാൻസ്ഫർ വിൻഡോ പോലും ഓപ്പൺ ആയിട്ടില്ല. ചില ക്ലബുകളുടെ കോച്ചുകൾ തന്നെ തീരുമാനിച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 4 പ്രഡിക്ട് ചെയ്യാൻ ഭയങ്കര ഏർലി ആണ്. പ്ലേയേഴ്സ് ആര് വരും, ആര് റീപ്ലേസ് ചെയ്യുന്നുള്ളത് വലിയ ധാരണയില്ല. എന്നാലും ഒരു കൗതുകത്തിന്റെ പുറത്തിൽ നമുക്ക് അടുത്ത സീസണിലേക്ക് ഒരു ടോപ്പ് 6 പ്രഡിക്ട് ചെയ്യാം. അതിൽ രണ്ട് ടീമുകൾ നമുക്ക് എഴുതി ഉറപ്പിക്കാവുന്ന ഒരു കേസാണ്. ഒന്ന് ആസ്നൽ, രണ്ട് സിറ്റി. ഇവർ രണ്ടുപേരിൽ ആരിലായിരിക്കും ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു ചോദ്യം. ആസ്നൽ വരാൻ പോകുന്ന സീസൺ ചാലഞ്ച് ചെയ്യാനല്ല, ടൈറ്റിൽ നേടാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങുന്ന ഒരു മെന്റാലിറ്റി അല്ലായിരിക്കും. ദ ടീം ഇസ് റിയലി സെറ്റ്, വെരി സോളിഡ്. കുറച്ച് റീപ്ലേസ്മെന്റും പുതിയ 1-2 അഡീഷനും വന്നു കഴിഞ്ഞാൽ ദാറ്റ് ടീം ഷുഡ് ബി ഇൻ ഫോർ ദ ടൈറ്റിൽ. പിന്നെ പെപ്പിന്റെ സിറ്റിയാണ്, ദാറ്റ്സ് ഓൾവേസ് ദ കേസ്. ഒരു വിന്നിംഗ് മെന്റാലിറ്റി, വിന്നിംഗ് DNA ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ടീമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ദാറ്റ് ചാലഞ്ച് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. മൂന്നാമത്തെ ടീമിനെ കുറിച്ച് സംസാരിക്കാൻ, ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ലിവർപൂൾ. ലിവർപൂൾ ആർനെ സ്ലോട്ട് വരുന്നു. കോർ ടീം ഇപ്പോഴും നിലനിർത്തി തന്നെ ഇരിക്കുകയാണ്. മുഹമ്മദ് സാലിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ വിൽ ബി ഫാന്റാസ്റ്റിക്. പിന്നെ വാൻ ഡൈക്ക്, പിന്നെ മേ ബി കുറച്ച് പ്രായം കൂടി വരുന്ന ഒരു ടീം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തന്നെയും ദ ടീം ഇസ് സ്റ്റിൽ അത്ലറ്റിക്. ടീം ഇസ് വെരി സോളിഡ്. ലൂയിസ് ഡിയാസ്, ഗാപ്കോ, ന്യൂനെസ്, മെക്കാലിസ്റ്റർ. ഒരു നമ്പർ 6 ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. യൂണിയുടെ പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. എൻഡോ ആ ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു സ്ക്വാഡ് പ്ലെയർ ആണെന്നുള്ളത് യാതൊരു സംശയമില്ല. യൂണിയുടെ ഡെഫിനറ്റ് പ്രോപ്പർ നമ്പർ 6. ഇൻഫാക്ട് ഇത് കഴിഞ്ഞ സീസൺ തുടങ്ങുമ്പോഴേ ഞങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ആണ്. ആ പ്രോപ്പർ നമ്പർ 6 ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂ ഒരു പക്ഷേ ലിവർപൂൾ പിന്നീട് സീസൺ വരുമ്പോഴത്തേക്ക് നേരിടേണ്ടി വരുന്നുള്ളത്. ആദ്യമൊക്കെ ഇറ്റ് വാസ് വെരി വെൽ മാനേജ് ബൈ ക്ലോപ്പ്. പക്ഷെ പിന്നീട് സീസൺ പോകും തോറും ദി ഇഷ്യൂ സ്റ്റാർട്ടഡ്. അത് ക്ലോപ്പിനെ കുറ്റം പറഞ്ഞില്ല. യൂണിയുടെ പ്രോപ്പർ നമ്പർ 6, യൂണിറ്റ് സംബഡി ലൈക്ക് ഫെബീനിയോ ഓർ റോഡ്രി, അങ്ങനത്തെ ഒരു ആളെ ആവശ്യമുണ്ട്. അപ്പൊ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ആ ടീം ഇസ് സെറ്റ്. പക്ഷെ എന്നാലും ഈവൻ ദോ ഹൗ മച്ച് എത്ര നമ്മൾ ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു കോച്ചിനെ റെസ്പെക്ട് ചെയ്താലും പ്രീമിയർ ലീഗിൽ വരുന്ന ആദ്യത്തെ സീസൺ ഒപ്പോണൻസ് നേരിടുന്നത്, പിന്നെ ട്രാവല്, മറ്റേത് മറിച്ചത് എല്ലാം കൂടെ പുള്ളിക്കാരൻ ഫസ്റ്റ് സീസണിൽ കണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചാലഞ്ച് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ തന്നെയും ലിവർപൂൾ ഷുഡ് ബി വൺ ഓഫ് ദ ഫേവറേറ്റ് ഫോർ ടോപ്പ് 4. എന്റെ ഒരു മനസ്സ് പറയുന്നത് ഷുഡ് ബി വൺ ഓഫ് ദ ഫേവറേറ്റ് ഫോർ ടോപ്പ് 4. കാരണം ഒരുപാട് ടീമുകളിനെ അതിനെ ചാലഞ്ച് ചെയ്യുന്നതായിട്ട് ഞാനിപ്പോ കാണുന്നില്ല. അതോടെ ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം, ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല എല്ലാവരും എഴുതി വെച്ചിരിക്കാൻ ഓക്കെ വി ഗോണ ബി ഓൺ ടോപ്പ് 4 എന്നുള്ള രീതിയിൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ അത്രയ്ക്ക് ഒരു സ്മൂത്ത് സെയിലിംഗ് ആയിരുന്നില്ല. യെസ്, ടോപ്പ് 4 എത്തി, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, പിന്നെ അവസാനം ടോപ്പ് 4ലേക്ക് പിടിച്ചു നിർത്തി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. സോ ആസ്റ്റൺ വില്ല ടോപ്പ് 4ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെയും ഉനൈ എമറി ഈസ് എ ഗുഡ് കോച്ച്. ഹി ക്യാൻ പുഷ് ദ ടീം ടു ടോപ്പ് 4. പ്ലെയർ ക്വാളിറ്റി ഉണ്ട്. സോ യെസ്, ഒരു ഔട്ട്സൈഡ് പോസിബിലിറ്റി ഞാൻ ആസ്റ്റൺ വില്ലയെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ആസ്റ്റൺ വില്ല ഞാൻ അത്ര രീതിയിൽ ഞാൻ വിലയിരുത്തുന്നില്ല ടോപ്പ് 4 എത്തുന്നുള്ളത്, അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ. പിന്നെ അടുത്ത സീസൺ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റേ ഇപ്സ്വിച്ച് തന്നെ ടോപ്പ് 4 എത്തിയേക്കാം. നമ്മൾ എന്താണോ ഇപ്പോഴത്തെ സ്ഥിതി അല്ലേ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ പോലും ലെസ്റ്റർ സിറ്റി ടൈറ്റിൽ അടിക്കുന്ന പ്രഡിക്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ വരുന്ന അടുത്ത ടീമിന്റെ പേരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നൗ ദിസ് ഇസ് എ ഹ്യൂജ് ക്വസ്റ്റ്യൻ മാർക്ക്. വിൽ എറിക് ടെൻ ഹാഗ് റിമെയിൻ ആസ് ദ കോച്ച്? വി ഡോണ്ട് നോ. പുതിയൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ വിൽ ദ പ്ലെയേഴ്സ് മാനേജ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. വിൽ ദാറ്റ് ഹാപ്പൻ? വി ഡോണ്ട് നോ. പോച്ചറ്റിനോ, തോമസ് ടൂക്കൽ, അതിനനുസരിച്ചോ പ്ലെയേഴ്സ് ഉണ്ടോ? ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. റീബിൽഡിന്റെ ആവശ്യമുണ്ട്. കാസമിറോ ഇസ് ഗോയിങ്, വെറാൻ ഇസ് ഗോയിങ്. അപ്പോ അതിന്റെ റീപ്ലേസ്മെന്റ്സ് വരണം. മാർഷൽ ഇസ് ഗോയിങ്. റാഷ്ഫോർഡിന്റെ ഫ്യൂച്ചർ ഇതുവരെ ഒരു 100% ആയിട്ട് ഉറപ്പിക്കാനായിട്ടില്ല. ഡെഫിനറ്റ്ലി ദർ ഇസ് കോബി മൈനു. പക്ഷെ കോബി മൈനുവിനെ ഒറ്റയ്ക്ക് ഒരു സീസൺ മുഴുവനും റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്നുള്ളത്. അത്രയും ചെറുപ്രായത്തിന്റെ മേൽ അത്രയും ഒരു ഭാരം കൊണ്ടുവെക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഗോയിങ് ഇൻ ടു ദ നെക്സ്റ്റ് സീസൺ. നൗ എറിക് ടെൻ ഹാഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 50% കൊടുത്തേനെ. വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, അറ്റ്ലീസ്റ്റ് യു ഹാവ് എ സ്റ്റഡി കോച്ച് ഓൺ ടു ഇറ്റ്. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുതിയൊരു കോച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് 4 ചാലഞ്ച് ചെയ്യുന്നതിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാവും. അൺലൈക്ക് ലിവർപൂൾ വളരെ ഒരു സെറ്റിൽ സ്ക്വാഡ് ആയിട്ടില്ല യുണൈറ്റഡിനെ സംബന്ധിച്ച്. അൺലെസ് ഒരു പുതിയ കോച്ച് വന്നിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ എറിക് ടെൻ ഹാഗ് തന്നെയാണെങ്കിലും റാസ്മസ് ഹോളൻഡിനെ അൺലീഷ് ചെയ്യാനും പുള്ളിക്കാരന് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് മൂവിംഗ് പാർട്സ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പൊ അതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടോപ്പ് 4 ഞാൻ
അത്രയ്ക്ക് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്കായിട്ട് ഞാൻ ഉറപ്പിക്കുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ക്ലബ്ബ് ചെൽസി ഫുട്ബോൾ ക്ലബ്, ഞാൻ ഓൾറെഡി ചെൽസി സ്ട്രഗിൾ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ടോപ്പ് 4 ഒപ്പം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ടോപ്പ് 4 ഞാൻ ഉറപ്പിച്ചേനെ. കാരണം എത്ര മോശമായിട്ട് പുള്ളിക്കാരൻ ടാക്ടിക്സ് ആയാലും ആ ടീം സെറ്റാണ്, ടീമിന് പുള്ളിക്കാരന്റെ കളിക്കുന്ന ശൈലി അറിയാം, എവറിത്തിങ് ഇസ് സോളിഡ്. ടോപ്പ് 4 വുഡ് ഹാവ് ബീൻ പോസിബിൾ. പുതിയ കോച്ച് വന്നോടെ ഐ തിങ്ക് ആ ടോപ്പ് 4 വിൽ ബി ഒരു സ്ട്രഗിൾ. സോ ചെൽസിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് 4 ഇസ് ഗോണ ബി വെരി ഈസി എന്നുള്ളത്. സോ യു ഹാവ് സിറ്റി, യു ഹാവ് ആർസണൽ, യു ഹാവ് ലിവർപൂൾ. പിന്നെയുള്ള റിമൈനിങ് 1 സ്ലോട്ടാണ്. ഇതിൽ ഒരുപാട് ടീമുകൾ കോമ്പീറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെയാണ് ഒരു പക്ഷേ മേ ബി ടോട്ടനം ഹാസ് ആൻ അഡ്വാൻറ്റേജ്. ആൻജെ പോസ്റ്റോകോഗ്ലുവിന്റെ അടുത്ത സീസണാണ്, ഡെഫിനറ്റ്ലി റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. കഴിഞ്ഞ സീസണിൽ പ്ലേയേഴ്സ് മൊത്തത്തിൽ ആ ഒരു ശൈലിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. അതിനിടയ്ക്ക് ഇഞ്ചുറീസ് ഉണ്ടായി. അപ്പോൾ ആ ഇഞ്ചുറീസിന് വേണ്ടി ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുള്ളതിൽ ഉള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഒരുപാട് ഇഷ്യൂസും ഇല്ല ഡാനിയൽ ലേവിയും പോസ്റ്റോകോഗ്ലും തമ്മിൽ. ഇതുവരെ വരുമോ നമുക്ക് അറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെബിലിറ്റി കണ്ടു തുടങ്ങാം. ആ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് ഒരു ടോപ്പ് 4 ചാലഞ്ച് സീസണിൽ തുടക്കം മുതൽ ഉണ്ടായി വരും എന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും വെക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ടോട്ടനം ഫാൻസിനെ സംബന്ധിച്ച്. സോ ലിവർപൂൾ കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ബാറ്റിൽ ഇസ് ബിറ്റ്വീൻ ആസ്റ്റൺ വില്ല ആൻഡ് ടോട്ടനം. ഒരു ബ്ലാക്ക് ഹോസ് എന്ന നിലയിൽ ക്രിസ്റ്റൽ പാലസിനും അവിടെ എത്തിച്ചേരാം. പക്ഷെ ക്രിസ്റ്റൽ പാലസ് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അവർ ആ പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം. ഒലീസെ, എസെ ആൻഡ് മെറ്ററ്റ. ആൻഡ് ഒലീസെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര ഹോട്ട് പ്രോസ്പെക്ട് ആണ്. ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ക്ലബ്ബുകളും ഒലീസിന്റെ പുറകെ പോകുന്നുണ്ട്. ഒലീസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ടോപ്പ് 4 ചാൻസസിലേക്ക് നല്ലൊരു പുഷ് ആയിരിക്കും, പ്രൊവൈഡഡ് ഒലീസി ക്യാൻ സ്റ്റേ ഫിറ്റ്. നേരെ മറിച്ച് ഒലീസിനെ ക്രിസ്റ്റൽ പാലസിന് റീറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വിത്ത് ഗ്ലാസ്നർ അറ്റ് ദ ഹെൽപ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിലെ ഗ്ലാസ്നർ വന്നതിന് ശേഷം അവർ കളിച്ച ഒരു ശൈലി വെച്ച് നോക്കാൻ നേരത്ത് ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് ഒരു ടോപ്പ് 6 ബാറ്റിലേക്ക് കയറാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. പക്ഷെ ടോപ്പ് 4 ഗുഡ് ബി ഈവൻ ഫോർ ഗ്ലാസ്നർ. ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് വിൽ ബി വെരി ചാലഞ്ചിങ് എന്നുള്ളതാണ് എനിക്കിപ്പോ നിഗമനത്തിൽ എന്റെ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേറെ ടീമുകളുണ്ട്. ദർ ഇസ് ഓഫ് കോഴ്സ് വെസ്റ്റ് ഹാം. പക്ഷെ വെസ്റ്റ് ഹാം ഔട്ട്സൈഡ് ഓഫ് ചാൻസ് ജൂലിയൻ ലോപ്പെറ്റുഗുയാണ് പുതിയ മാനേജർ. അപ്പൊ പുതിയ മാനേജറിന്റെയും ഒരു ഇൻഫ്ലുവൻസ് വേണം, ടീം അതിനനുസരിച്ച് കളിക്കാനും വേണം. സോ ഡെഫിനറ്റ്ലി നോട്ട് ടോപ്പ് 4 ടോപ്പ് 6, പക്ഷെ ടോപ്പ് 10ലേക്ക് വെസ്റ്റ് ഹാമിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ ഞാൻ കാണുകയാണ്. സോ യു ഹാവ് സിറ്റി, ആർസണൽ, ലിവർപൂൾ. പിന്നെ മേ ബി ഐ പുട്ട് ആസ്റ്റൺ വില്ല, ടോട്ടനം ദെയർ. പിന്നെ ഉള്ളത് ഒരു പെർട്ടിക്കുലർ ഓർഡർ അല്ല. ദെൻ യു ഡെഫിനറ്റ്ലി ഹാവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി ഫൈറ്റിംഗ് ഫോർ ദോസ് സ്ലോട്ട്, ക്രിസ്റ്റൽ പാലസ് കമ്മിങ് ഇൻ ടു ദ പിക്ചർ, വെസ്റ്റ് ഹാം കമ്മിങ് ഇൻ ടു ദ പിക്ചർ. അപ്പോൾ ഒരു ടോപ്പ് 10 നമുക്കിപ്പോ ഏകദേശം അതേ ഒരു ലൈനിൽ പോവും, അൺലെസ് ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമോ. ഇപ്സ്വിച്ച് ടൗൺ ഒരു ഡാർക്ക് ഹോഴ്സ് ആവുമോ? സ്ക്വാഡിന്റെ ഡെപ്ത് അത്രത്തോളം ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതും പറയാനായിട്ടില്ല. പിന്നെ ലെസ്റ്റർ സിറ്റി ഉണ്ട്, ദേ ആർ ഡെഫിനറ്റ്ലി എ പ്രീമിയർ ലീഗ് ടീം. പക്ഷെ പുതിയ കോച്ചാണ് ലെസ്റ്റർ സിറ്റിയിലേക്ക് വരാൻ പോകുന്നത്. ആ കോച്ച് എങ്ങനെ ലെസ്റ്റർ സിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു കണ്ടറിയാം. എവേർട്ടൺ ഉണ്ട്, വേറൊരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം. സോ എനിവേ ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഏർലി പ്രൊഡിക്ഷൻ. ടു ഏർലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത് ഇനി ട്രാൻസ്ഫർ വരുന്ന അനുസരിച്ചിട്ട് മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളായിട്ട് വരാം. അപ്പോഴത്തേക്കും ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് എഫ് എസ് കെ ഫ്രം ഫുട്ബോൾ ഹിസ് ലൈഫ്.